എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രിയപ്പെട്ട പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരുടെ ഒരു മകളെ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു കൊടുക്കുക, കൈ പിടിച്ച് കൊടുക്കുക, നിക്കാഹ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ കാടംകോട് എന്ന് പറയുന്ന സെൻട്രൽ ജുമാ മസ്ജിദ്, വലിയ മസ്ജിദാണ്. അൽഹംദുലില്ലാഹ്, വലിയ മദ്രസയുണ്ട് അവിടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല സ്നേഹനിധികളായ ആൾക്കാരാണ്. അൽഹംദുലില്ലാഹ്. അവിടെയുള്ള ഒരു പറ്റം എൻ്റെ സുഹൃത്തുക്കളായ യുവാക്കൾ, അവരുടെ മനസ്സിന്റെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സംഭവം ഉണ്ടായി. എന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു പോയൊരു സംഭവമാണ്. ഒരിക്കലും ഒരു നിക്കാഹ് വന്നു. നിക്കാഹിന് പെണ്ണ് എന്റെ മഹല്ലുകാരിയാണ്. പെണ്ണ് പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ്. അവളുടെ ഉപ്പ ഗൾഫിലാണ്. ഉപ്പ എന്നെ വിളിച്ചപ്പോ അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, നാളെ എന്റെ മകളുടെ നിക്കാഹാണ്. എനിക്കാകെ ഒരൊറ്റ മോളേ ഉള്ളൂ. ഞാൻ ഗൾഫിലാണ്. എനിക്ക് വരണമെന്നുണ്ട്, കൈക്കാരനായി ഇരുന്ന് കൈപിടിച്ച് കൊടുക്കണമെന്നുണ്ട്, സീഹ പറയണമെന്നുണ്ട്. പക്ഷേ ടിക്കറ്റിനുള്ള പൈസ പോലും എൻ്റെ ഇല്ല ഉസ്താദേ. എന്റെ മുതലാളിയോട് ചോദിച്ചിട്ട് അദ്ദേഹം തന്നിട്ടില്ല. നിന്റെ സ്വന്തമായി പൈസ ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഉസ്താദേ, ഞാൻ അതിനെ വക്കാലത്താക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ കരഞ്ഞുപോയി. ഞാൻ ഈ സംഭവം ഒരു പറ്റം കാടംകോടത്തെ നല്ല യുവാക്കളോട് ഞാൻ പറഞ്ഞു. ഒരു പേര് ഒരിക്കലും പറയില്ലെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയൂല. അവരോട് പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഒരു കാഷ്വൽ ആയിട്ടൊരു സംസാരത്തിൽ പറഞ്ഞതാണ്. എന്നാൽ അവര് പറഞ്ഞു, അതായത് നാളെ കല്യാണം, തലേ ദിവസമാണ് ഞാൻ പറയുന്നത്. ആ ഉപ്പ ഗൾഫിൽ ദുബായിലാണ്. മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ആ സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരന്മാർ പെട്ടെന്ന് പറഞ്ഞു, ഉസ്താദേ, ആരാണ് ആ മുതലാളി? അയാളുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് മുതലാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ടിക്കറ്റ് ഞങ്ങൾ എടുക്കും. 2 ദിവസത്തിനുള്ളിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇയാളെ കയറ്റിവിടും. നിങ്ങൾ അയാളെ വിവാഹത്തിന് വിടണം. ഞാൻ ചിന്തിച്ചു, പടച്ചവനെ, അള്ളാഹുവിന്റെ എത്ര വലിയ ഇടപെടലാണിത്. മണിക്കൂറുകൾ കൊണ്ടാണ് അള്ളാഹു തീരുമാനം മാറ്റിയത്. വക്കാലത്ത് വരെ ആക്കിയ നിക്കാഹാണ്. ആ നിലയിൽ പടച്ച തമ്പുരാൻ കാണിച്ചിട്ടുള്ള ഒരു വല്ലാതൊരു ഉപ്പയുടെ മനസ്സിന്റെ വേദന റബ്ബ് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ പ്രവർത്തനം അതാണ്. ആ ചെറുപ്പക്കാര് പൈസ ഇട്ടിട്ട് അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും അയാൾക്ക് നല്ല സാധനങ്ങൾ ദുബായ് എയർപോർട്ടിൽ വന്നിട്ട് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അയാളെ ഫ്ലൈറ്റ് കയറ്റി വിട്ട് കൃത്യമായിട്ട് പിറ്റേ ദിവസം അസറിന് ശേഷം നിക്കാഹാണ്. ആ പ്രിയപ്പെട്ട പിതാവിനെ എത്തിച്ചു. ആ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദേ, സീഅ പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഞാൻ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അൽഹംദുലില്ലാഹ്, ഞാൻ എത്തിയല്ലോ ഉസ്താദേ. ഉസ്താദിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവും. ഞാൻ പറഞ്ഞു, എന്നോട് നന്ദി പറയണ്ട, അള്ളാഹുവിനെ സ്തുതിക്ക്. ആ ചെറുപ്പക്കാരന്മാർ ഇതിനൊരു കാരണമായി. അവർക്ക് വേണ്ടിയിട്ട് നീ ദുആരന്നോ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആരന്നോ. ആ പെണ്ണിന്റെ ഉപ്പ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും. അങ്ങനെ നല്ല സ്വഭാവമുള്ള കാടം കൊടുത്ത ഒരു പറ്റ യുവാക്കൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് അവർ പാന്റ് ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നവരാണ്, തൊപ്പിയെന്ന് വെച്ച് നടക്കുന്നവരൊന്നുമല്ല. അതുകൊണ്ടൊന്നും നമുക്ക് അവർ ഈമാൻ ഇല്ലാത്തവരാണെന്ന് പറയാൻ പറ്റൂല. ഞാൻ പോലും ചിന്തിക്കാത്ത കാര്യമാണ് അവർ ചിന്തിച്ചത്. അവര് പൈസ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ട് വിളിച്ചു വരുത്തിയെന്ന് മാത്രമല്ല കുറെ സാധനങ്ങളും കൊടുത്തു വിട്ടു. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബിസിനസ്സുകാരാണ്. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറ് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അള്ളാഹു അവരുടെയൊക്കെ കുടുംബങ്ങളിലെ ബിസിനസ് മേഖലയിൽ ഐശ്വര്യം, ആരോഗ്യം, സമ്പദ് സമൃദ്ധി, സ്നേഹവും സാഹോദര്യവും ഐക്യവും അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ.